ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഗസ്റ്റ് അല്ല, ഇവിടുത്തെ എന്താ പറയാ കൂട്ടുകാര്, നമ്മളെ ഫ്രണ്ട്സ്. ഇവിടെ പഠിക്കാൻ വന്ന് നമ്മൾ പരിചയപ്പെട്ട് നല്ല ഫ്രണ്ട്സാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അവര് അത്യാവശ്യം എന്താ പറയാ നല്ല വ്ളോഗും എന്താ പറയുക ഒരു സെലിബ്രിറ്റീസും കൂടിയാണ് ഇവര്. പക്ഷെ ഇതുവരെ ആയിട്ടില്ല, ശ്രമിക്കുന്നവരാണ്. പക്ഷെ എല്ലാരും കാണണം കേട്ടോ, അവര് നല്ല എന്താ പറയാ സെലിബ്രിറ്റീസ് തന്നെയാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത്. ഞാൻ ആദ്യത്തെ ഒരു കൺസേൺ അല്ല, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളോട്. ലൈക്ക് പുറത്ത് വന്ന് പഠിക്കണം, അബ്രോഡിൽ നമ്മളെല്ലാവരും പഠിക്കണത്. അപ്പം അബ്രോഡ് വന്ന് പഠിക്കുന്നതിൻ്റെ സ്ഥിരം ഡയലോഗാണ് കേൾക്കുന്നത്. എന്തിനാണ് നിങ്ങൾ അവിടെ പോയി പഠിക്കുന്നത്, എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് അവിടെ പോയി ജോലി ചെയ്യണത്, എന്തിനാ തിരിച്ചു പോണത്, എന്തിനാണ് നിങ്ങൾ ട്രൈ ചെയ്യണത് എന്ന് ചോദിക്കണം. നമ്മുടെ നാട്ടിലത്തെ ഫ്രണ്ട്സ് ആയാലും ചില ആൾക്കാർ, എല്ലാവരും പറയില്ല എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ അവിടെ ഇവരെ എച്ചിൽ പാത്രം കഴിക്കണത്, അത് ചെയ്യണത്, ഇത് ചെയ്യണത്. അങ്ങനെ ചോദിക്കുന്നവർക്ക് എന്താ നിങ്ങളെ മറുപടി? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നാട്ടിൽ നിന്നിട്ട് എന്ത് ചെയ്യാനാ. ഞാൻ ഇപ്പോൾ ഡിഗ്രി വരെ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഒരു 10,000 രൂപ ശമ്പളം കിട്ടി. ഇപ്പോൾ അതേ യുദ്ധം നടക്കുന്നു, സാധനങ്ങളുടെ വില കൂടി. ഈ 10,000 രൂപ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ആവത്തില്ല. പെട്രോളിൻ്റെ വില കൂടി, എനിക്കൊരു ഫ്യൂവൽ അടിച്ചിട്ട് വണ്ടി ഓടിക്കണ്ടേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്നേക്കണെങ്കിൽ നമ്മൾ എച്ചിൽ കഴുകിയിട്ടാണെങ്കിലും പൈസ കിട്ടുന്നുണ്ട്. പൈസ കിട്ടിയിട്ടാണെങ്കിലും നമുക്ക് വീട്ടുകാർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ? അപ്പോൾ പിന്നെ ഈ പാത്രം കഴുകലൊക്കെ നമ്മളെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള അല്ലേ, ഇപ്പൊ നമുക്കിത് ചെയ്യണമെന്നില്ല, പക്ഷെ ഇഷ്ടംപോലെ പേര് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ റെസ്പെക്ട് ആണ്. പക്ഷെ അത് അവരെ തുടക്കകാലം ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ല അവരെ തുടക്കകാലത്ത് അവര് സ്ട്രഗിൾ അനുഭവിച്ചു. കഷ്ടപ്പെടാണ്ട് നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എല്ലാ ജോബിനും അതിൻ്റെതായ റെസ്പെക്ട് ഉണ്ടെന്ന് ഞാൻ പഠിച്ചത്. എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്, അത് സത്യമാണ്. അപ്പം ഇവര് പറയും എന്താ പാത്രം കഴിക്കണമെന്നല്ല, അതല്ലേ. പക്ഷെ ഞാൻ പറയാണ് ഓയ്യോ അതൊരു ഇപ്പം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന നാട്ടുകാർ തന്നെയാണ്. ഞാനാണെങ്കിൽ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞ് ചുമ്മാ ഇരുന്ന് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കുറേ നാട്ടുകാർ ചോദിച്ചിട്ടുണ്ട്, ഇവൻ എന്താ ഒരു പണിക്ക് പോകാത്ത, ഇവൻ എന്താ ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റും ബോളും എടുത്ത് കിടക്കണത്. അങ്ങനെ ചോദിച്ച നാട്ടുകാരാണ് ഇപ്പോഴും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും നാട്ടുകാർക്ക് കുറ്റങ്ങൾ പറയാൻ കാണും, പക്ഷെ നമ്മൾ അത് മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ മതി. അതാണ് എൻ്റെ അഭിപ്രായം. ശരിയല്ലേ? അതെ അതെ, തീർച്ചയായും. അല്ല, ഇതിപ്പോ ഒരു കോമൺ ആയി, കാരണം അതൊരു ട്രെൻഡാണല്ലോ. നമ്മൾ പുറത്ത് പഠിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡാണ് അല്ലേ. എന്നിട്ട് ഇപ്പൊ കാണുന്ന ഏറ്റവും വലിയ ട്രെൻഡ്, അങ്ങനെ എല്ലാവരും പറയില്ല ഓ ഇവിടുത്തെ ലൈഫ് ഇങ്ങനെയാണ്, അവിടുത്തെ ലൈഫ് ഇങ്ങനെയാണ്. റിയാലിറ്റി, മറ്റേ ഇൻസ്റ്റാഗ്രാം റിയാലിറ്റീൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതെങ്ങനെയാ നിങ്ങൾ നോക്കി കാണുന്നത്? അത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടുത്തെ റിയാലിറ്റി എന്ന് ഉദ്ദേശിച്ച എല്ലാവരും വിചാരിക്കും തകർക്കാണ് അവിടെ. നമ്മളെന്ന് വെച്ചാൽ നല്ല നല്ല സാധനങ്ങളാണല്ലോ മെയിനായിട്ട് ഇടുന്നത്. തീർച്ചയായും. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ മെയിനായിട്ട് നാട്ടിലത്തെ ഫുഡാണല്ലോ ഇവിടെ മിസ് ചെയ്യണേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഫണ്ണായിട്ടിട്ടാണ്, ഒരു സർക്കാസം പോലെ. അതായത് ഇല്ലാത്തത് അങ്ങോട്ട് ഞാൻ പറഞ്ഞു ഇവിടെ. അതായത് നമ്മൾ ഇതിൻ്റെ അടുത്ത് രാത്രി 2 മണിക്ക് ചായ കുടിക്കാൻ പോകുന്നു, നല്ല നല്ല ചൂട് കടികൾ. പിന്നെ വീക്കെൻഡിൽ നെഹദി മന്തി കഴിക്കാൻ പോകുന്നു. മന്തി ഉണ്ട്, പക്ഷെ നെഹദി മന്തി ഒന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ആൾക്കാരെ വിഷമം എന്തോരുണ്ടെന്ന്. അതിന്റെ കമന്റ് ബോക്സ് വായിച്ച് നോക്കി മനസ്സിലായി. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ ഒരു കാര്യമാണ് ഫുഡ്. സത്യമാണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഫുഡിന്റെ കാര്യം ഓർത്തിട്ട് ടെൻഷൻ അടിക്കണ്ടായിരുന്നു. നമ്മുടെ അമ്മമാര് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നു, അറിയില്ല. പ്ലേറ്റ് പോലും കഴുകാത്ത ഒരാളായിരിക്കും ഈ വീഡിയോ കാണുന്ന പലരും. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മളാണ് ഈ പ്ലേറ്റ് കഴുകണം, ഡ്രസ്സ് കഴുകണം, ഫുഡ് ഉണ്ടാക്കണം, എല്ലാം നമ്മൾ പഠിച്ചു. ഇപ്പൊ ഈ ചോദിച്ച നാട്ടുകാരോട് നമുക്ക് പറയാനുള്ളതുള്ളൂ, നമ്മൾ ജീവിതം എന്താന്ന് പഠിച്ചു. അതെ, കംഫർട്ട് പ്ലേസിൽ നിന്ന് മാറിയിട്ട് ഒറ്റയ്ക്ക് എങ്ങനെ ഈ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കാന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോയപ്പോഴാണ് മണി മാനേജ്മെന്റ് പഠിച്ചു. പിന്നെ മണി മാനേജ്മെന്റ് പഠിച്ചോന്ന് വെച്ചാൽ പിന്നെ മണി മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിനക്ക് എത്ര റെന്റ് ഉണ്ടെന്ന് നിനക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അത്ര അതിന് വേണ്ടി സേവ് ചെയ്യണം. മറ്റേത് 100 നോക്കട്ടെ. അതെ അല്ലേ? അതെ. അല്ല, അധ്വാനിക്കുന്ന പൈസയുടെ വില എന്താന്ന് നമ്മൾ പഠിച്ചു. തീർച്ചയായും. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. പിന്നെ എന്താണ് രാഹുൽ? അല്ല, എല്ലാവർക്കും ഉള്ളതാണ് ഇപ്പൊ ജോലി കണ്ടെത്താന്നുള്ളൊരു പ്രശ്നം. ലൈക്ക് ഇപ്പൊ വന്നിറങ്ങുന്ന ആൾക്കാർക്ക് ഒരു പാർട്ട് ടൈം ജോബ് കണ്ടെത്താൻ എല്ലാവരും പറയുന്ന പരിപാടിയാണ്, ഭയങ്കര പ്രശ്നമാണ്. ഫസ്റ്റ് വരുന്നവർക്കുള്ളൊരു ഷോക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അയ്യോ, ഞാൻ പെട്രോൾ പമ്പിൽ നിൽക്കണോ, അയ്യോ ഞാൻ ഈ പാത്രം കഴുകണോ, അയ്യോ ഞാൻ അതെങ്ങനെ നിങ്ങളെങ്ങനെ തരണം ചെയ്ത്? നിങ്ങൾക്ക് ആദ്യം അറിയായിരുന്നോ, ആദ്യം എഡ്യൂക്കേറ്റഡ് ആയിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്തായാലും നാട്ടിൽ നിന്ന് വരുമ്പോഴേ അറിയായിരുന്നു നമുക്ക് ജോലി ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് പാർട്ട് ടൈം ഇമ്പോർട്ടൻ്റ്. കാരണം നമുക്ക് വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല കൊടുക്കുമ്പോൾ. ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ
മൈൻഡ് സെറ്റ് എന്തായാലും മസ്റ്റ് ജോലി ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ജോലി കണ്ടെത്തണം. ആ ഒരു ഇതായിരുന്നു പാർട്ട് ടൈം. പിന്നെ ജോലി എന്താണെന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇവിടെ ആകുമ്പോൾ ജോലിയുടെ കേസൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് GNIB എന്ന് പറഞ്ഞ കാർഡ് ഉണ്ടല്ലോ, അത് കിട്ടാൻ ഭയങ്കര താമസമായിരുന്നു. കാരണം കോളേജിൽ നിന്ന് ലെറ്റർ കിട്ടണമായിരുന്നു. അത് കിട്ടാതെ വന്നപ്പോഴാണെങ്കിൽ 2 മാസം ഞാൻ സ്റ്റക്കായി പോയി. അപ്പോൾ ഞാൻ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് സ്റ്റുവേർഡ്സ് ആയിട്ട് ഞാൻ ജോലിക്ക് പോകായിരുന്നു. അങ്ങനെ പോയിട്ട് എന്നെ കുറെ പേര് പറ്റിച്ചിട്ടുണ്ട്. കാരണം അത് സ്കാം. അതായത് ഞാൻ ജോലിക്ക് പോയി മഞ്ഞത്തും ഇവിടെയൊക്കെ പോയി ടവറിന്റെ മേളിലൊക്കെ പോയി ഇരുന്നിട്ട് നമ്മള് അന്ന് എനിക്ക് ജാക്കറ്റ് പോലും ഇല്ല, അല്ലേ, സ്റ്റുവേർഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, സെക്യൂരിറ്റി ജോബ്സ്. അന്ന് പോയിട്ട് നമ്മൾ പോയി നിന്ന് പൈസ 1 മാസം കഴിഞ്ഞിട്ടും തരാതെ പറ്റിച്ച കുറെ പേരുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ജോമോനെ സ്കാം ചെയ്ത കഥ നിങ്ങൾ ഇതാ കാണൂ. അതെ, ആളുടെ ഫോട്ടോ കൊടുക്കണം. ജോമോനി ഇപ്പോഴും എത്ര കെയർ ഓഫിൽ എത്ര ഇട്ടാൻ്റെ ആള്? എനിക്കൊരു 100-500 euro ഇട്ടാനുണ്ട്. അതെ, 50. അത് നാട്ടിലൊരു 50,000 ഉണ്ട്. ആ പുള്ളി ഇപ്പോൾ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. പുള്ളിയുടെ റെസ്റ്റോറന്റ് ഏതാന്ന് വരെ എനിക്കറിയാം. പുള്ളിയുടെ പേര് അതെ, മീറ്റ് മിസ്റ്റർ എന്നാണെന്ന് പറഞ്ഞിട്ട് ജോമോന്റെ അടുത്ത റീല് വരണം. കേൾക്കുന്നുണ്ടെങ്കിൽ അടുത്ത റീല്. പിന്നെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, നമ്മുടെ കുറെ മലയാളികൾ തന്നെ ഉണ്ട് പറ്റിക്കുന്നവര്. കുറെ റെസ്റ്റോറൻറ്റുകളാണെങ്കിലും ഞാൻ അങ്ങനെ പേരെടുത്തൊന്നും പറയുന്നില്ല. കുറെ മലയാളി പയ്യന്മാരെ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് ജോലി ചെയ്യാൻ പോയിട്ട് അവർക്ക് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. കുറെ പിള്ളേർക്ക് പൈസ കൊടുക്കാതെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നവരുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. എല്ലാവരും ഇല്ല, ഇത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് പ്രശ്നം വെച്ചാൽ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട് മലയാളികൾസ് ഇവിടെ. ഒരുപാട് പേര് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇതിൽ ഇവരെ പേര് ഇപ്പം എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള പോലെ ഒരാള് ഭയങ്കര ഒരു പ്രശ്നമാണ്. അവര് അത് സൂക്ഷിക്കണം തീർച്ചയായും. ഇവരെല്ലാരും അത് ഇനിയിപ്പോ എല്ലാരും ഡിജിറ്റൽ യുഗമാണ്, എല്ലാരും അത് റിയാക്ട് ചെയ്യും. നമ്മളെവിടെ ചെന്നാലും നല്ല ആൾക്കാരും ഉണ്ട്, ചീത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ ഒരു ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ നല്ല ആൾക്കാരുടെ പേര് കളയാൻ ഈ 2-3 ചീത്ത ആൾക്കാർ മതി. മനസ്സിലായോ? അത് സത്യം തന്നെ. അത് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് ആ കാര്യങ്ങള്. അപ്പം നമുക്ക് സ്റ്റുഡൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണത് വളരെ കൂടുതലാണെന്നാണ് ഇപ്പൊ ഒരുപാട് പേര്. ഇപ്പൊ നമുക്ക് എന്താ പറയുക, നമുക്ക് ആരും ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ആ പേരുകൾ എടുത്ത് പറയാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം. ബാക്കി കാരണം ഒരുപാട് പേര് അവിടെ വേറെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങള് ട്വിൻസ് ആണ്. ഇപ്പോൾ ഞങ്ങൾ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ അനിയൻ്റെ പേര് ജോയൽ എന്നാ. അപ്പോൾ അവനും ഞാനും ഒരേപോലെയാണല്ലോ ഇരിക്കണേ. അപ്പൊ അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുമ്പ് ഞാൻ പറയും, ജോയലേ നീ എന്തേലും പൊട്ടത്തരോ അല്ലെങ്കിൽ വൃത്തികേടൊന്നും പോയി അവിടെ പോയി കാണിക്കരുത്. കാരണം ഒരു പക്ഷെ ചിലപ്പെങ്കിൽ പറയും ഇവനാണ് അന്ന് അവിടെ അത് കാണിച്ചത്, ഇവൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറയും. അതിപ്പോൾ ഞാൻ പോകുമ്പോഴാണേലും അവൻ എന്നോടും പറയും. ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലം നമ്മൾ 18 വയസ്സൊക്കെ ആകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുമല്ലോ. തീർച്ചയായും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മെസ്സേജ് അയക്കും. അതൊരു പെൺപിള്ളേർക്കൊക്കെ മെസ്സേജ് അയക്കും. ഞാനാണെങ്കിൽ ഒരു പെണ്ണിനെ ഫോളോ ചെയ്യുമ്പോൾ ഞാൻ നോക്കും അന്നത്തെ കാലത്ത് ജോലി ഫോളോ ചെയ്തിട്ടുണ്ടോന്ന്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ച പെണ്ണായിരിക്കും ഞാനും മെസ്സേജ് അയക്കണത്. ക്ലാഷ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അങ്ങനെയാണ് ജീവിതം. പിന്നെ ജോമോന്റെ സുവിശേഷങ്ങൾ. ഇത് ശരിക്കും ഇതിന്റെ ടൈറ്റിൽ ജോമോന്റെ സുവിശേഷങ്ങൾ കൊടുക്കണം. ഞാൻ ഇവിടെ ഒരാളെ നിന്ന് കേട്ടൊരു കോട്ടാണ്. പുള്ളി ഉണ്ടായ അനുഭവം എന്നോട് പറഞ്ഞാണ്, എടാ നമ്മളെ പറ്റി ആരോപണങ്ങൾ ഇങ്ങനെ പറയും, അവർക്ക് ഈസി പറയാം, പക്ഷെ ഇത് പ്രൂവ് ചെയ്യേണ്ടത് നമ്മളാണ്. ഇപ്പം ഞാൻ ജോമോനെ പറ്റി പറയാം, ജോമോൻ കള്ളനാണ്, അവിടുന്ന് കട്ടെടുത്തു. ജോമോൻ അത് പ്രൂവ് ചെയ്യേണ്ടത് ഭയങ്കര ഒരു അല്ലേ. അത് ഇവിടെ ഉള്ളൊരു പ്രശ്നം എല്ലായിടത്തുള്ളതാണ്, പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലാണ്. അങ്ങനെയാണ്. പക്ഷെ വേറൊരു കേസ് ഉണ്ട്. ഇപ്പൊ ചേട്ടൻ എന്നെ കുറിച്ച് പറയാ, ഞാൻ കള്ളനാന്ന് പറയുക. ഇതിപ്പോ ഇവൻ കേട്ടു, ഇവൻ 2 ആളോട് പറയും. അങ്ങനെയല്ല പറഞ്ഞ മലയാളികളുടെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ്. മനസ്സിലായോ? ശരിയാണ്. മലയാളികളുടെ കുറ്റമായിട്ട് പറയുന്നില്ല. അതിപ്പോ ഞാനും പറയുമായിരിക്കും, ഞാനും പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇതിപ്പോ ചേട്ടൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനല്ല. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പറഞ്ഞു പോകുന്നതല്ല, അറിഞ്ഞുകൊണ്ട് പറഞ്ഞു പോകുന്നതല്ല, അറിയാണ്ട് പറഞ്ഞു പോകുന്ന. അപ്പൊ അത് 4 ആളറിഞ്ഞ് 8 ആളറിഞ്ഞ് അവന്റെ ഇമേജ് പോവും. പക്ഷെ ഇപ്പൊ ഞാനാണെങ്കിൽ നല്ലൊരു കാര്യം ചെയ്തു, അതിപ്പോ ഇവനെ അറിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ചേട്ടായി അറിഞ്ഞെങ്കിൽ അത് സ്പ്രെഡ് ആവാൻ ഭയങ്കര ചാൻസ് കുറവാണ്. അത് യൂണിവേഴ്സലി അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. യൂണിവേഴ്സൽ എല്ലാത്തിലും അങ്ങനെ തന്നെയല്ലേ. യൂണിവേഴ്സലി നല്ല കാര്യങ്ങൾ സ്പ്രെഡ് ആവണം. പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അപ്രീസിയേഷൻ കൊടുക്കുന്നതിനേക്കാളും
മനുഷ്യന്മാർ ഇഷ്ടപ്പെടുന്നത് കുറ്റപ്പെടുത്താനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ മിസ് ചെയ്യണത് ഫുഡാണ് അതെ, അല്ലേ? നാട്ടിൽ ഇത് എന്തൊക്കെ ഒതന്റിക് ഹോട്ടലിൽ വന്നാലും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് വന്നാലും അത് 100% നീതി പുലർത്താറുണ്ടോ? ഇവിടത്തെ ഹോട്ടല് ഇതൊക്കെ അല്ലേ. അതെ, നമുക്ക് നാട്ടിലെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഫുഡാണ് അല്ലേ? അതൊരു ഭയങ്കര ഒരു ഫാക്ടറാണ്. ഇവിടെ ഒരുപാട് എന്താ പറയുക ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നല്ല റെസ്റ്റോറൻറ്റ്സുകളുണ്ട്. പക്ഷെ അതൊരു 100% ആയിട്ട് ഒരു ഒതന്റിക് ആയിട്ടുള്ളൊരു ഫീൽ ചെയ്യാറുണ്ടോ? ഞാൻ പറയണെന്ന് വെച്ചാൽ നാട്ടിലത്തെ പോലെ ഫുഡ് സെർവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പോൾ നിലവിലിപ്പോൾ പുതിയ പുതിയ റെസ്റ്റോറൻറ്റ്സ് മലയാളികൾ വരുന്നുണ്ടെങ്കിലും മെയിനായിട്ട് കൺസിസ്റ്റൻസിയാണ്, ഫുഡിൻ്റെ ടേസ്റ്റ് കൺസിസ്റ്റൻസിയാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മെയിനായിട്ട്. പക്ഷെ അവർക്ക് ആ ഒരു ഇതിൽ കൊണ്ടുവരാൻ പറ്റുള്ള, അതായത് സെയിം ടേസ്റ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ള. നമ്മൾ ഒരു വർഷം പോകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഫസ്റ്റത്തെ നമ്മൾ ചില റെസ്റ്റോറൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്, തുടക്കകാലത്ത് നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് നമുക്ക് പെട്ടെന്ന് മടുത്തു കൊടുത്ത ഒരു ഇത്. പിന്നെ അപ്പൊ നമ്മൾ അടുത്ത സ്ഥലം പിടിക്കും. ഇപ്പൊ ഞാൻ ചോമനൊക്കെ തോന്നുന്നു ഇപ്പൊ പുതിയ കട വരുമ്പോ അവിടെ തന്നെ കുറച്ച് ആൾ ഇങ്ങോട്ട് പോകും, അവിടെ കൊടുക്കുമ്പോൾ അടുത്ത കട. അങ്ങനെ ഈ ഫുഡിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അതൊരു ഒരു സംഭവം തന്നെയാണ്. ശരിയാണ്. ഞങ്ങളും ഒരു പേര് പറയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഇഷ്ടം, ഞങ്ങൾ റെഗുലറായി പോയിരുന്നു. പിന്നെ റെസ്റ്റോറന്റിനെ പറ്റി കേൾക്കണതെല്ലാം ഭയങ്കര പാടാണ്. പിന്നെ നമുക്കും ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞു തുടക്കാലത്ത് പോയ റെസ്റ്റോറൻറ്റ് ഇപ്പൊ പോവാറ് പോലും ഇല്ല. ശരിക്കും ഭയങ്കര സങ്കടം കേട്ടോ നമുക്ക്. ലൈക്ക് എന്തുകൊണ്ടാണ് പറ്റണമെന്ന് എനിക്ക് അറിയില്ല. അത് സ്റ്റാഫിന്റെ ഷോർട്ടേജും അല്ലെങ്കിൽ എന്താ അറിയില്ല, ഒരു ബൾക്കായി ഉണ്ടാക്കണതിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ ഒരുപാട് പുതിയ ഹോട്ടൽസും വരുന്നുണ്ട് ഇവിടെ. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ ഹോട്ടലിൽ വരും. അത് നമുക്കറിയാം. നമ്മളിങ്ങനെ ഓരോരുത്തര് ആൾക്കാർ തേടിക്കുക എവിടെ നല്ല സ്പോട്ട് കിട്ടും, എവിടെ നല്ല സ്പോട്ട് കിട്ടും. നമ്മളിപ്പോൾ ഒരാളോട് ഒരു നല്ല സ്പോട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരവിടെ പോയി ഫുഡ് കഴിക്കും. അങ്ങനെ, കാരണം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല ഫുഡ്, ഭക്ഷണമാണ്. നമ്മളെ എന്താ പറയാ ഒരു അപ്പൊ അയർലൻഡിലുള്ള ബിസിനസ്സുകാരോട് പറയാനുള്ളത് നല്ല ഫുഡ് കൊണ്ടുവരിക. അതെ, എന്തായാലും നിങ്ങൾ നല്ല ഫുഡ് കൊണ്ടുവരുന്നല്ല, മെയിനായിട്ട് നല്ല ആ ഒരു ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. സത്യമാണത്. ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ബിസിനസിന്റെ ഇതാണ്. ഞാൻ ഇവിടെ ഏറ്റവും നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്നതും ഫുഡ് ഇൻഡസ്ട്രി തന്നെയാണ്. എത്ര ഫുഡിലെ ആൾക്കാരുണ്ട്. അത് നമ്മളെ ആൾക്കാരാണ്. നമ്മള് നോർത്ത് ഇന്ത്യൻ ഫുഡും ഇവിടെ അല്ല, നോർത്ത് ഇന്ത്യക്കാർ വരെ നമ്മുടെ കുറെ റെസ്റ്റോറൻറ്റ്സിൽ വന്നിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളീസ് ആണ് ഏറ്റവും കൂടുതൽ നല്ല ഇന്ത്യൻ ഫുഡ്സ് കൊടുക്കുന്ന സ്പോട്ട് ഉള്ളത് ഇവിടെ. സൗത്ത് ഇന്ത്യൻ ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ ഇപ്പം നോർത്ത് ഇന്ത്യൻ ഫുഡിനെ, കാരണം അവർക്ക് അവരെ ഫ്ലേവേഴ്സ് കുറച്ചും കൂടി അറിയാൻ പറ്റും. അപ്പൊ അതും ഇപ്പം ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട് നോർത്ത് ഇന്ത്യൻ, നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. അത് കൂടുതലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറിഷ് ഫുഡ് എന്തൊക്കെയാണ്? അയ്യോ, ഐറിഷ് ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ആകെ 2-3 ഐറ്റം എനിക്കറിയുള്ളൂ. അല്ല, മെയിനായിട്ട് എനിക്ക് തോന്നുന്നു സ്മാഷ്ഡ് പൊട്ടാറ്റോയും മെയിനായിട്ട് ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇഷ്ടമൊന്നുമില്ല. നമുക്ക് അത്ര ദഹിക്കില്ലല്ലേ. എനിക്ക് തോന്നുന്നു അവരെ മെയിൻ ഐക്കോണിക് ഫുഡ് ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് തോന്നുന്നുണ്ടല്ലേ. മറ്റേ സീ ഫുഡ് ചാഡർ, അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. പാസ്ത ശരിക്കും ഇറ്റാലിയൻ ആണ് തോന്നുന്നു എനിക്ക്. എനിക്കങ്ങനെ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തല്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല ഫ്ലേവർ ഒന്നും. ഇഡലി ഇങ്ങനെ കുഴച്ചിട്ട് സാമ്പാർ ഒഴിച്ചിട്ടേ എന്റെ പൊന്നെ 2 വർഷം ഞാൻ ഇഡലി വെച്ചിട്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് നാട്ടിൽ പോണ കേസ് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് നാട്ടിൽ പോയിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത് ആദ്യം എനിക്ക് ചോറ്, മുരിങ്ങേൻ്റെ കറി, ചക്കക്കുരു വാങ്ങിയ അത് നമുക്ക് ആസിഫില് പറഞ്ഞല്ലോ പറയാ, ഒരു പ്ലേറ്റ്. അങ്ങനെ പ്ലേറ്റ് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞ ഒരു പ്ലേറ്റ് ചോറ്, മുരിങ്ങേൻ്റെ കറി, ക്യാരറ്റിന്റെ ഉപ്പേരി, പിന്നെ ക്യാബേജിന്റെ ഉപ്പേരി, മീൻ വറുത്തത്, അത് ചാള തന്നെ വേണം, അല്ലെങ്കിൽ മത്തി ചാള പൊരിച്ചത് തന്നെ വേണം, സാമ്പാർ നിർബന്ധ. ഞാൻ പേർലി മണി ചോദിച്ചോല്ലോ, കൈയിട്ടോട്ടെ. അപ്പൊ അതാണ് കംഫർട്ട് ഫുഡ് അല്ലേ. പപ്പടം അല്ല, എനിക്ക് ബിരിയാണി ഒക്കെ കഴിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ എത്രയും കൊതിച്ചിരുന്നത് അത്രയും ഇങ്ങനെ വീട്ടിലത്തെ ഫുഡ് എന്ന് പറയുമ്പോ അത് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ എന്തു. അതെ, അന്നൊക്കെ നമ്മള് വീട്ടിലുണ്ടായിരുന്നപ്പോഴാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മള് നമ്മുടെ അമ്മമാരോട് ചോദിക്കായിരുന്നു, അയ്യേ ഈ സ്ഥിരം കറി തന്നെയാണല്ലോ, ഈ സ്ഥിരം ഇത് തന്നെയാണോ, വെറൈറ്റി സാധനമൊന്നുമില്ല. അന്ന് നമ്മുടെ അമ്മമാര് 4-5 കൂട്ടം കറിയും ചോറൊക്കെ ആയിട്ടായിരിക്കും തരണത്. അന്നേരം നമുക്ക് പുച്ഛായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് 2 കൂട്ടം കറി, ഞങ്ങള് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും, 3 ദിവസം ചിക്കൻ കറിയും ചോറും. അതെ, വേറെ ഒന്നുമില്ല. ഇപ്പോ നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു വൈറൽ റീലുണ്ട്, ഒരു ചേട്ടൻ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു. ഇപ്പൊ എല്ലാരും ഞങ്ങൾ അത് കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കണേ. ആള് നൈസായിട്ട് ഒരു പ്ലേറ്റില് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട ഒരു 3-4-5 കൂട്ടം കയറി ഒരു മീൻ പുറത്ത് പോയിട്ട് കഴിക്കണേ.
ആ റീല് എവിടെ കൊടുക്കട്ടെ, അടിയിൽ കൊടുക്ക്. തീർച്ചയായും തീർച്ചയായും. പക്ഷെ എന്താ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്നുള്ളൂ, സമയത്തിന് നമ്മുടെ നാടൻ ഫുഡ് കഴിച്ച് ഒരു ഏമ്പക്കം വിട്ട് നല്ലൊരു ഉറക്കം. അതിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതിന്റെ ഒരു ഫീൽ വേറെ തന്നെ അല്ലേ. അത് കേട്ടാ, അത് ഉച്ചയ്ക്കൊക്കെ, ഞാനൊക്കെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ആകുമ്പോൾ ഒരു പോത്തോ കോഴിയോ ഒക്കെ വാങ്ങിച്ചിട്ട് ഞായറാഴ്ച ചർച്ച് കഴിഞ്ഞ് വന്നിട്ട്, അതായത് ചോറൊക്കെ ഉണ്ടിട്ട്, അന്നത്തെ സമയത്ത് വലിയേട്ടൻ, മനസ്സിനക്കരെ, ആ സിനിമയ്ക്കാണ് ഭയങ്കര ട്രെൻഡിങ്. 90s ആ സമയത്ത് ഞായറാഴ്ച ആ പടമൊക്കെ ആയിരിക്കും വരുന്നത്. കുഞ്ഞിക്കൂനൻ ആ പടമൊക്കെ ആയിരിക്കും വരണേ. അതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ ഇരുന്നിട്ട് ആ സിനിമ കണ്ടിട്ട്, സിനിമ ആണല്ലോ, നമ്മളവിടെ കിടന്നിട്ട് ഉറങ്ങിപ്പോവും. ആ ഒരു ഉറക്കത്തിന്റെ ആ ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെയാ. അത് 90s-ന്റെ അതൊരു ഭാഗ്യാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ആ ഒരു കാലഘട്ടമൊക്കെ ഒന്ന് തിരിച്ചു വരുമായിരുന്നെങ്കിൽ. ഇല്ല, കാലഘട്ടങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു വരില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ആലോചിക്കും, ബട്ട് എന്താ ചെയ്യാ, ജോബ് ഹണ്ടിങ് ആണ് എല്ലാവരും. ഇപ്പൊ ജോബ് ഹണ്ടിങ്ങിലാണ്. നമ്മളൊരിക്കലും എന്താ പറയാ, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഒരുപാട് പോഡ്കാസ്റ്റ് ചെയ്താണ്, പഠിച്ച ഉടനെ ജോലി കിട്ടേണ്ടതും അത് ഇതും ചിലർക്ക് കിട്ടും ഇല്ല എന്നറിയില്ല. നിങ്ങളെ ഹണ്ടിങ്ങിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തതും, ഇപ്പം ഇനിയിപ്പം ആൾക്കാർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, ടിപ്സോ, അത് ചെയ്താൽ ഇത് ചെയ്താൽ ഇത് ചെയ്താൽ അത് ചെയ്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ? അല്ല, നമ്മളിപ്പോ ഇടയ്ക്കൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ വീഡിയോ ചെയ്യുമ്പോഴല്ലോ നമ്മളെ പേജിലെ ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ, ചേട്ടാ ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ബ്രോ ഏത് കോഴ്സ് എടുക്കണം, ഏതിനാണ് ചാൻസ് ജോലി കിട്ടാൻ, ഇനി വന്നിട്ട് കാര്യമുണ്ടോ, ഇതൊക്കെയാണ് പിള്ളേര് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അവരോട് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അയർലൻഡിന്റെ ജോബ് മാർക്കറ്റ് ഇപ്പൊ ഒരുവിധം മിക്കവർക്ക് അറിഞ്ഞു വരുന്നുണ്ട് തോന്നുന്നുണ്ട്. തീർച്ചയായും. അപ്പൊ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കാനാണ് നിങ്ങളെ മെയിൻ ഫോക്കസ് എങ്കിൽ അയർലൻഡ് വന്നോ, അടിപൊളിയാണ്. ജോലിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അവർ എക്സ്പീരിയൻസ് ആണ് നോക്കണേ, ഇല്ലാണ്ട് കിട്ടൂല എന്നല്ല. ഇഫ് യു നിങ്ങൾക്ക് നാട്ടിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങളോട് കയറി പോകുന്നോളം പറയും. അതേസമയം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ജോലി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല എന്നല്ല, കുറച്ച് ടൈം എടുക്കും. അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. തീർച്ചയായും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ നല്ല സ്കോപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റുഡൻസോ എന്തെങ്കിലും കോഴ്സൊക്കെ എടുത്തോ, ഫാർമസിയോ, അതൊക്കെ നല്ല സ്കോപ്പുള്ള ഏരിയ ആണ്. അക്കൗണ്ടിങ് ഫീൽഡൊക്കെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പാടാണ് കിട്ടാൻ. ഇവിടെ ACC കഴിഞ്ഞവരെ അറിയാം, എനിക്ക് CA കഴിഞ്ഞവരെ അറിയാം. അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ പേര് കിട്ടാത്തവരുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും കിട്ടാത്തവരുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഫെഡറൽ ബാങ്കിലും HDFC-ലൊക്കെ 3 years ഒക്കെ വർക്ക് ചെയ്തൊരു ഇവരിപ്പോഴും. അപ്പൊ അവരെ കാണുമ്പോൾ നമുക്ക് വിഷമമാണ്, എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അവർ കിട്ടില്ല എന്ന് വെച്ചാൽ. നമുക്കപ്പോൾ ഡൗൺ ആവും നമ്മൾ. അതായത് അവർക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ജോലി കിട്ടില്ല, നമുക്കാണ് എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ വന്ന സമയത്ത് IT ഫീൽഡൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര കുറഞ്ഞു വന്നോണ്ടിരിക്കുക IT ഫീൽഡൊക്കെ ആണെങ്കിലും. അപ്പോൾ അതൊരു പ്രശ്നം തന്നെ. എന്നാൽ ഈ പറഞ്ഞ പോലെ കിട്ടണവരുണ്ട്, നല്ല സ്കില്ലും ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പക്ഷേ നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോയെന്ന് ആലോചിക്കണം. മനസ്സിലായോ? ജോലി ഉണ്ടെങ്കിലല്ലേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ രാജ്യത്ത് വന്ന് ഒരിപ്പോ അക്കൗണ്ടിങ് ഫീൽഡിലുള്ളവരോട് ഇവിടെ വന്ന് പഠിച്ചോ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഭയങ്കര പാടാണ്, ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. അതിപ്പോ ജോലി ഉണ്ടെങ്കിലാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും. അപ്പോ ജോലി കൂടെ ഇഷ്ടം പോലെ ജോലി അത് ചില ഫീൽഡുകളിലാണ് ഉള്ളത്. അതെ, മറ്റടുത്ത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണെന്നാ പറഞ്ഞത്. എല്ലായിടത്തും കോമ്പറ്റീറ്റീവ്. ഇപ്പൊ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പൊ നമ്മളെ ഒരു ഇൻടേക്കിൽ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ വരവ് കുറഞ്ഞിട്ടുണ്ട്. അല്ല, എന്നാലും വരുന്നുണ്ട്. വരവ് കുറഞ്ഞാൽ ഒരു 10%, 20% കുറഞ്ഞുണ്ടാവുള്ളൂ. ഇനിയും സ്റ്റുഡൻസ് ഇവിടെ വരും. അപ്പൊ അവർക്ക് എന്തായിരിക്കും ഇവിടുത്തെ മാർക്കറ്റ്, എന്തായിരിക്കും, എങ്ങനെയാണ് അയർലാൻഡ് പ്രിപ്പയർഡ് ആവുക ഇത്രയും വരുന്ന കുട്ടികൾ? അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ പറഞ്ഞ പഠിപ്പ് മെയിനായിട്ട് ഫോക്കസ് കൊടുക്കുക. പിന്നെ പറ്റുന്ന പോലെ തന്നെ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇന്റേൺഷിപ്സ് ട്രൈ ചെയ്യാനാണ് ഞാൻ പറയണത്. അതാണെന്ന് തോന്നുന്നുണ്ട് കുറച്ചും കൂടിയും അവർക്ക് ജോലിക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു കണക്ഷൻസ് ഉണ്ടാക്കി വെക്കാൻ. അതുപോലെ തന്നെയാണ് പാർട്ട് ടൈമിന്റെ ഹവേഴ്സ്. ലൈക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം 20 hours മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ചിലവർ 20+ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ അത് കുറെ റെസ്ട്രിക്ഷനും കുറെ പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്കിപ്പം റീസെന്റ് ആയിട്ട് ന്യൂസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടുകാരൻ വർക്ക് ചെയ്യുന്ന കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവനാണെങ്കിൽ ഭാഗ്യത്തിന് അവൻ 20 മണിക്കൂറാണ് ചെയ്യുന്നുള്ളൂ. അവന്റെ മാത്രം ചെക്ക് ചെയ്തിട്ട് അവർ പോയി.
ബാക്കിയുള്ളവരുടെ ചെക്ക് ചെയ്തായിരുന്നെങ്കിൽ പെട്ടേനെ. അപ്പോൾ നിങ്ങൾ മാക്സിമം പഠിക്കണ സമയത്ത് 20 hours കീപ്പ് ചെയ്യണതാണ് സേഫ്. പക്ഷെ 20 hours കൊണ്ട് എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സ്റ്റുഡന്റിന് പറ്റും. സ്റ്റുഡന്റിന് പറ്റും. ഷുവർ. പിന്നെ കാറൊന്നും മേടിച്ച് തന്റെ പോലെ റിച്ച് സ്റ്റുഡന്റിന് പറ്റില്ല. അതാണ്. അതെ, ഞാൻ പറയണെന്ന് വെച്ചാൽ 20 hours വെച്ച് നമ്മള് മിനിമം ബേസ് 20 hours. പിന്നെ എത്ര കൺട്രിയിൽ 20 hours വെച്ച് 14 euro ആണെന്ന് വിചാരിക്കുക. ഒരു മിനിമം എനിക്കറിയില്ല 14.50 ഇപ്പൊ എത്രയാന്ന് എനിക്കറിയില്ല. 14 euro എന്ന് വിചാരിക്കുക. ഒരു 14.30. ഓക്കെ, 15 euro നമ്മൾ വിചാരിക്കുക. അപ്പൊ നമ്മളൊരു 300 euro ആയിരിക്കും 20 hours-ന്. അപ്പം ഒരു എത്ര 1200 euros ആയിരിക്കും മന്ത്ലി. സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. പിന്നെ സേവും ചെയ്യും പൈസ. പിന്നെ അങ്ങനെ സേവ് അല്ല, ഞാൻ ഇവന്റെ കാര്യം ഓർക്കണ്ടേ. ഇവൻ വന്ന സമയത്ത് റൊട്ടൂണ്ട എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇവന് 16 മണിക്കൂർ കൊണ്ട് ഇവൻ സുഖമായിട്ട് 10 മണിക്കൂർ വരെ ജോലി ചെയ്യണ പിള്ളേരുണ്ട് ഇവിടെ. അതായത് പക്ഷെ അതൊക്കെ ജീവിക്കണ പോലെ ഇരിക്കും. ഇപ്പൊ ചിലവര് പറയും ഒരു മാസം, ഞാൻ നോക്കിയെടുത്തോന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട് ഇങ്ങനെ ശരിക്കും നമുക്ക് എത്ര വേണം. ഇതെല്ലാം മെയിൻ ഇതിന്റെ ബേസ് ഇരിക്കണ ഫുള്ള് റെന്റാണ് ബേസ്. അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 70% അല്ലെങ്കിൽ ഒരു 60% റെന്റിലേക്കാണ് പോകുക നമ്മൾ ഇൻകം. അതായത് ഈ സ്റ്റുഡൻറ് ലൈഫ് ഉണ്ട് ഞാൻ പറയണത്. അപ്പോൾ റെന്റ് മാറ്റി വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒക്കെ കൂടി ഒരു ഓവറോൾ ഒരു 800-ന് താഴേക്ക് വരുള്ളൂ അത്യാവശ്യം മാന്യമായിട്ട് ജീവിച്ചു പോകാൻ. അപ്പൊ 800-ന് താഴെ മതി. 800-ന് മേലൊക്കെ പോകണമെങ്കിൽ അത് നമ്മൾ അത്യാവശ്യം ലക്ഷറി ലൈഫിൽ. അത് സ്റ്റുഡൻസിന് അത് പറ്റും. എന്റെ കാരണം ഒരു കപ്പിൾസ് ഒക്കെ ആയിട്ട് ജീവിക്കാൻ നമ്മളൊരു ഒരു വീടെടുത്ത് ജീവിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗ്രാനി ഹൗസ് എടുത്ത് ജീവിക്കുമ്പോൾ ഒരു മിനിമം 1500 ആയിരിക്കും അതിന്. ഒരു 700 മനസ്സിലായില്ലേ, അത് പോകും. പക്ഷെ സ്റ്റുഡന്റ് ആകുമ്പോൾ 500-ന്റെ താഴെയുള്ള റെന്റിന്റെ വീട് എടുക്കുക വളരെ കുറവാണ്. അതായത് നമ്മളൊരിടത്തൊരു ഇതാണ് റെന്റിന്റെ കൺസേൺസ്. ഇവിടെ റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും ഹൈക്കാണ്. അത് എങ്ങനെയായിരിക്കും അത് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റിയത്? എങ്ങനെയായിരിക്കും? ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വന്ന സമയത്ത് ഞങ്ങള് ഏജന്റ് അതായത് വഴിയാണ് ഞങ്ങൾ റെന്റ് വീട് എടുത്തിരുന്നത്. അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓണർ ഉണ്ടാവും, ഇടയിലൊരു ഏജന്റ് അല്ലെങ്കിൽ ഒരു കെയർ ടേക്കർ. അപ്പോ അതിന്റെ താഴെയാണ് നമുക്ക് കിട്ടണത്. അപ്പോ ഈ ഓണർക്ക് കിട്ടുന്ന പൈസയും ഏജന്റിന് കിട്ടുന്ന പൈസയും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റെന്റ് വരാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റെന്റ് നമുക്ക് കൂടുതലായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവന്റെ കയ്യിലുള്ള വീട് ചേട്ടാ എടുക്കും. അതെ, ഇവൻ ചേട്ടായിക്ക് തരുന്നത് ഒരു 2000-നായിരിക്കും. അത് ചേട്ടാ എനിക്ക് 3000-നായിരിക്കും പറയുന്നത്. അപ്പോ റെന്റ് അതനുസരിച്ച് കൂടും. തീർച്ചയായും. അപ്പൊ ഇതിന് ബെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കുറവാണ് അങ്ങനെ കിട്ടല്. ഞങ്ങൾക്ക് എന്തോ ലക്കിനി ഞങ്ങൾ വന്നൊരു വർഷം കഴിഞ്ഞപ്പോ ഡയറക്റ്റ് ഡാഫ്റ്റ് അറിയാലോ അതിൽ ഡയറക്റ്റ് നമ്മള് വീട് എടുത്ത്. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കര വളരെ കുറവിന് നമുക്ക് കിട്ടി. ഞങ്ങൾക്കൊരു 5 bedroom ഹൗസ് കിട്ടിയത് ഒരു 4000 euros-ന്. വളരെ കുറവെന്ന് പറയാനില്ല. 5 bedroom 4000-ന് വളരെ കുറവാ. ഗ്രാനി ഹൗസിൽ താമസിക്കുന്നവർക്ക് 1500 പ്ലസ് ബിൽസ് വരുമ്പോൾ 1700 ആണ് കിട്ടുന്നത്. അതൊരു റൂമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ എനിക്ക് വരുന്ന റെന്റ് എന്ന് പറഞ്ഞാല് ഞാൻ വളരെ 3-4 പേർക്ക് എന്തോ റെന്റ് കണ്ടിട്ടുള്ളൂ 500-ന് താഴെ. എനിക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു 445 ചിലവർക്ക് 420 ഉണ്ട്. അപ്പോ അത്രയും റെന്റിന് കിട്ടണ ഭയങ്കര റയറാ. അത് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങള് ഡയറക്റ്റ് പറഞ്ഞ പോലെ ഓണറിൽ നിന്ന് വീടെടുത്ത് തരണമാണ് കിട്ടുന്നത്. ഈ പറഞ്ഞ പോലെ പേ സ്ലിപ്പും ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ പറഞ്ഞ പോലെ 10 പേരിൽ 2 പേർക്ക് കിട്ടുള്ളൂ. അതൊരു ലക്കോലിരിക്കും. അത് ഇന്നലെ ഞങ്ങൾക്കൊരു വീട് വ്യൂയിങ് ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ താമസിച്ച വീട്ടിൽ നിന്ന് നമുക്ക് ഒരു വീട്ടില് ഒരു വർഷമൊക്കെ നിൽക്കുമ്പോഴത്തേക്കും മടുക്കും. അതായത് വേറൊരു പുതിയ ലൊക്കേഷൻ തേടിയാണ് ഞങ്ങൾ പോവാറ്. അപ്പൊ അവര് പറഞ്ഞു പോയതാണോ നിങ്ങളെ? അല്ല, അത് ജോമോൻ എങ്ങനെയാന്ന് വെച്ചാല് എല്ലാ ഒരു വർഷം ഇപ്പൊ 2 വർഷം ഞാൻ വന്നിട്ട് ഞാൻ ഒരു വർഷം ജോമോന്റെ ഒപ്പം നിന്ന് 1 വർഷം ആവാറാകുമ്പോ ജോമോൻ പറയും മടുത്ത് വേറെ വീട് നോക്കാം. അങ്ങനെ പക്ഷെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാല് മാറേണ്ട വീടും സ്ഥലമൊക്കെ ജോമോൻ കണ്ടുപിടിച്ച് തരും. വീട് അത്യാവശ്യം ഡീസന്റ് വീടും റെന്റൊക്കെ അഫോർഡബിള് നല്ല സ്ഥലം അങ്ങനത്തെ വീടുകളെ ജോമോൻ കൊണ്ടുവരുള്ളൂ. അങ്ങനെ അതിലേക്ക് മാറി. ഇപ്പൊ അടുത്ത 1 വർഷം കഴിഞ്ഞപ്പോ പുതിയ വീട് ജോമോനെ നിങ്ങൾ ഒന്ന് കാര്യം പോലെ കണ്ടാൽ നിങ്ങൾക്ക് നല്ല വീടും സ്ഥലവും. ഇന്നലെ ഒരു വീട് വ്യൂയിങ്ങിന് പോയി. അവിടെ വ്യൂയിങ്ങിന് പോയപ്പോ ഒരു 40 പേരുണ്ടായിരുന്നു. 40 പേരിൽ ഒരാൾ നമ്മളാകാന്ന് വെച്ചാൽ ഭയങ്കര പാടാ. വ്യൂയിങ്ങിന് ഇഷ്ടം പോലെ ആൾക്കാർ വരും. ഞാൻ നോക്കിയപ്പോ അവര് വന്നത് റേഞ്ച് റോവർ, ഡിഫൻഡർ, അങ്ങനെ നല്ല വലിയ പോർഷ് വണ്ടിയിലൊക്കെയാണ് അവർ വരുന്നത്. അവരുടെ സാലറി സ്ലിപ്പ് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സാലറി സ്ലിപ്പ് നോക്കുമ്പോൾ
പ്രയോറിറ്റി കൂടുതൽ. അപ്പൊ അവര് സേഫ് ഓപ്ഷൻ, സേഫ് ആയിട്ടുള്ള ആൾക്കാരെ കൊടുക്കും. പിന്നെ ഞാൻ അതൊന്നും അയക്കാൻ നിന്നില്ല. പൂജ്യം കൂട്ടി കൊടുക്കേണ്ടി വരും നമ്മൾ. അതെ, നമ്മൾ പൂജ്യം കൂട്ടി കൊടുക്കേണ്ടി വരും. ഇപ്പം സ്റ്റുഡൻറ്റിന് ഇപ്പം 20 hours ആണ് ഇപ്പം ജോബ് ലീഗലി ചെയ്യാൻ പറ്റാൻ. അപ്പം നിങ്ങൾക്ക് എന്തും തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചേഞ്ചുകൾ ചെയ്യാൻ പറ്റിയാൽ എന്തായിരിക്കും നിങ്ങളൊരു സജഷൻസ്? അതായത് ഒരു 2-3 സജഷൻസ് ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ സ്റ്റുഡൻറ് വിസ കഴിഞ്ഞിട്ട് ഇവിടുത്തെ, അതായത് UK ഉള്ള പോലെ തന്നെ ബിസിനസ് തുടങ്ങാനുള്ളൊരു റൂള് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ അതില്ല. അതെ, ഇപ്പൊ UK ഇഷ്ടം പോലെ സ്റ്റാർട്ടപ്സുകളും പല പല ബിസിനസ്സുകൾ ഈ സ്റ്റുഡൻസ്, അതായത് സ്റ്റുഡൻസ് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. അതെ അതെ. അപ്പൊ ആ ഒരു റൂള് കൊണ്ടുവന്നു കഴിഞ്ഞാല് ഈ കുറച്ചും കൂടിയും എന്ന് വെച്ചാൽ മറ്റുള്ള വലിയ വലിയ കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവർക്ക് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് തുടങ്ങാൻ ഒരു അവസരമായിരിക്കും അത്. അതെ, അതായത് സ്റ്റുഡൻസിന് തന്നെ ബിസിനസ് തുടങ്ങാനുള്ള UK പോലത്തെ റൂള്. അതെ, അത് ഇവിടെ വരികയാണെങ്കിൽ നല്ല ഇത്. കാരണം ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ ഒരു സ്റ്റാമ്പ് 4 ഉള്ള ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, കമ്പനി രജിസ്റ്റർ ചെയ്യാൻ. അതെ, അതൊക്കെ ഭയങ്കര വലിയ പ്രോസസ്സും ടൈം എടുക്കണ പരിപാടിയാണ്. അതെ, മെയിനായിട്ട് ആളായിട്ടുള്ള ട്രസ്റ്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതെ അതെ. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു റെന്റ് കുറച്ചുകൂടിയും കൺട്രോളിങ് ആയാൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. അല്ലെങ്കിൽ ഗവൺമെന്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു അക്കോമഡേഷന്റെ ഒരു എന്തെങ്കിലും അതായത് ഒരു അലവൻസ് മീൻസ് ഇവിടെ ഒരേ ബഡ്ജറ്റിനും പല പല കാര്യങ്ങളാണല്ലോ, പെൻഷൻ സിസ്റ്റം അങ്ങനെ. അത് പറയണ പോലെ സ്റ്റുഡൻസിന് ഇതേപോലെ ഇത്ര ഇതിൽ കൂടാൻ പാടില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ലിമിറ്റ് വെക്കുകയാണെങ്കിൽ അതും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പക്ഷെ അതിനൊരു 2 വശം കൂടി ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് വീട് കിട്ടാത്തൊരു അവസരങ്ങൾ അത് വരും ഇല്ലേ? ഇപ്പം ഞാൻ പറയണം, അപ്പം എനിക്കൊരു വീടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് ഒരു 5 കോടി കൊടുത്ത് വാങ്ങിയൊരു വീടാണ്. അപ്പം എനിക്ക് അതിന് റെന്റ് കിട്ടണം, എനിക്കൊരു 4,000 euro ആണ് എനിക്ക് മന്ത്ലി കിട്ടണ്ടേ. അപ്പം എനിക്ക് സ്റ്റുഡൻസിനാകെ 2,500 ചാർജ് ചെയ്യാൻ പറ്റില്ല, ഞാൻ സ്റ്റുഡൻസിന് എടുക്കില്ല. അപ്പം നിങ്ങൾ അതിലും എടുക്കില്ല. അപ്പൊ അതിനെന്തെങ്കിലും വേറെ അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റിയ ഗവൺമെന്റിന് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി, അതൊന്നും പോസിബിൾ അല്ല. അത് നമ്മൾ കേരളം മാത്രമല്ല കാണുന്നത്, ഇന്ത്യ മാത്രമല്ല കാണുന്നത്. ഇവിടെ പഠിക്കാൻ വരുന്ന ബ്രസീലിയൻസ് വരുന്നുണ്ട്, സ്പാനിഷ് ആൾക്കാർ വരും, ഇഷ്ടംപോലെ സ്റ്റുഡൻസ് പല കൺട്രീസിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് ശരിക്കും ഒരു പ്രോപ്പർ ചാനൽ പോലെ, അതായത് അവരവരെ പ്രോപ്പർട്ടിയിൽ സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ രജിസ്റ്റർ ചെയ്തിട്ട് റെന്റ് എത്രയൊന്നും കൊടുത്തിട്ട് വർഷാവസാനം സ്റ്റുഡൻസിന് ഒരു ടാക്സ് അധികം കൊടുക്കണില്ല സ്റ്റുഡൻസ്, പക്ഷെ എന്നാലും ക്രെഡിറ്റ് കൊടുക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിസ്റ്റം കൊണ്ടുവരാൻ അടിപൊളിയാവും അല്ലേ? തീർച്ചയായും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഈ പറഞ്ഞ പോലെ അക്കോമഡേഷൻ കിട്ടാണ്ടു. പിന്നെ എനിക്ക് തോന്നുന്നു വെച്ചാൽ വേറൊരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻസ് ഒക്കെ സ്ട്രഗിൾ ചെയ്യണം മെയിനായിട്ട് എക്സ്പീരിയൻസിന്റെ പ്രശ്നം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു കമ്പനിയിൽ ഇത്ര ശതമാനം ഐറിഷ് പീപ്പിൾ അങ്ങനെയൊക്കെ പറയുന്ന പോലെ തന്നെ ഇത്ര ശതമാനം ഇന്റേൺഷിപ്സും കൂടിയും സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ കമ്പനിയിലും ഇത്ര ശതമാനം ഒരു 10% സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പും കൂടി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതൊരു ഭയങ്കര ഒരു ചേഞ്ച് കൊണ്ടുവരും. അപ്പൊ അങ്ങനെയൊക്കെ ആണ് എന്റെ ഒരു സജഷൻ. അത് പെയ്ഡ് അല്ലെങ്കിലും പ്രശ്നമില്ല. ഇല്ല, പെയ്ഡ് വേണം. ഇപ്പൊ എത്ര അതായത് ഇന്റേൺഷിപ്സ് ഉണ്ട് പെയ്ഡ് അല്ലാത്തത്. നമുക്ക് പാർട്ട് ടൈമിന്റെ ഒപ്പം തന്നെ വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ 2-3 hours ഒരു ദിവസമൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അതെ അതെ, അത് സത്യമാണ്. ഗവൺമെന്റ് കേൾക്കുന്നുണ്ടെങ്കിൽ മലയാളം പോഡ്കാസ്റ്റ്, ഇംഗ്ലീഷില് മലയാളം പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ല, നല്ലൊരു സജഷനാണ് അത്. തീർച്ചയായും അതൊരു ഭയങ്കര, എനിക്ക് തോന്നുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഈ ഇപ്പോഴത്തെ. കാരണം ഈ നന്നായിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്താൽ ചിലപ്പോൾ ആ കമ്പനി നമ്മളെ ഹയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പൊട്ടൻഷ്യൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. പൊട്ടൻഷ്യൽ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് നമ്മളെ പ്രശ്നം. സ്പേസ് കിട്ടണില്ല എവിടെ, അതാണ് ഇല്ല. ഇപ്പം സ്റ്റുഡൻറ് പീരീഡിൽ ഒരുപാട് പേര് കാറ് മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര്. അപ്പം ഇപ്പൊ ചുമ മേടിച്ചു. അപ്പം എന്താണ് സ്റ്റുഡൻറ് പീരീഡിൽ കാറ് മേടിക്കുമ്പം ഉണ്ടാവുന്ന മെറിറ്റും ഡിമെറിറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കാണുന്നത്? ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകാനുള്ള ഒരു സമയം കുറേ സമയം എടുക്കും. ഞാൻ ഇപ്പോൾ ഒരു ബസ്സിന് പോകണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട സ്ഥലത്ത് എനിക്ക് കാറുണ്ടെങ്കിൽ 15 മിനിറ്റും കൊണ്ട് എത്താം. സത്യമാണത്. അതുകൊണ്ടാണ് ഞാൻ കാർ എടുത്തത്. അപ്പോൾ കാർ എടുക്കുന്നത് ഒരു രീതിയിൽ നോക്കിയാൽ നല്ലതാണ്. പക്ഷേ രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ റെന്റും പിന്നെ ആണെങ്കിൽ നമ്മുടെ കാർ എടുക്കുമ്പോൾ നമുക്കറിയാലോ, ഒബ്വിയസ്ലി നമുക്ക് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം കാർ എടുത്താൽ മതി ആസ് എ സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക്. പിന്നെ അടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാല് സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ കാറിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഇതുവരെ കാർ എടുത്തിട്ടില്ല. ഞാൻ ആ സമയത്തൊക്കെ അതൊക്കെ പ്രോപ്പർ മാനേജ് ചെയ്ത് പോവാന്നുള്ള കേസാണ്. മാൻഡറ്ററി അല്ല, പക്ഷെ നല്ല മാൻഡറ്ററി അല്ല എന്നറിയാം. പക്ഷെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ സത്യം പറഞ്ഞാൽ? കാറുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ മെയിനായിട്ട് ഇപ്പോൾ നമ്മളിപ്പോ ഈ 20 hours ഒക്കെ വെച്ച് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾക്കൊരു ഇൻകം കിട്ടും.
കാറിന് മെയിനായിട്ട് ഇൻഷുറൻസ് തന്നെ അതിൻ്റെ ഒരു പാർട്ട് തന്നെ ഒരു 20% ഒക്കെ തന്നെ ഇൻഷുറൻസിന് പോകും. ആ അപ്പം അതൊക്കെ കൊടുത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും 1/, അല്ല ഒരു 6/1 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബസ്സിനൊക്കെ പോയിട്ട് വരാം. ജസ്റ്റ് സ്റ്റുഡന്റ് ലീവ് കാർഡൊക്കെ ഉപയോഗിച്ചു. €1 ഉള്ളു. പിന്നെ കാർ എന്ന് പറയുമ്പോൾ അതിന് ഇൻഷുറൻസ് ഉണ്ട്, അതായത് ടാക്സ് ഉണ്ട്, NCT, NCT, പെട്രോള്. എനിക്കൊരു മാസം തന്നെ എന്റെ ഇൻഷുറൻസ് വരുന്നത് €150. അതെ, അത് ഫുൾ ലൈസൻസ് ഉണ്ടെങ്കിൽ. അതിപ്പോ എനിക്ക് ആദ്യമേ കാർ എടുത്തപ്പോ എനിക്ക് ലേണേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ലേണേഴ്സ് ഉണ്ടായിരുന്നപ്പോ ഞാൻ കാർ ഓടിച്ചോമ്പോ ഓടിച്ചോണ്ടിരുന്നത് ഗാർഡ്, അതായത് ഇവിടുത്തെ പോലീസ് എന്നെ കാണുമ്പോൾ നമുക്ക് വെപ്രാളാ. കാരണം പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ വരും. ഇവിടെ ഒരു ലൈസൻസിനാണ് ഈ പോയിന്റ് സിസ്റ്റം ഉണ്ട്. അതെ അതെ, 7 പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്വാളിഫൈഡ്. ഗാർഡ വളരെ സ്ട്രിക്റ്റ് ആണ്. ഞാൻ റീസെന്റ് ആയിട്ടാണ് ലൈസൻസ് എടുത്തത്. അത് എന്നെ പിടിച്ച് എന്റെ കാർ സീസ് ചെയ്ത് എനിക്ക് 2 പോയിന്റ് കിട്ടി. എനിക്ക് €125 എന്നെ ഫൈൻ ചെയ്തു. അപ്പം എന്നെ പിടിച്ചത് ഇവിടുത്തെ മറ്റേ ഈ ക്യാമറ ഓട്ടോമാറ്റിക് സ്കാൻ, ഒരു പുതിയ സിസ്റ്റം വന്നിട്ടുണ്ട്. അതെ, അതായത് ഗാർഡ് വണ്ടിയിൽ തന്നെ ഉണ്ടെന്ന് പറയണം. അവരാ നമ്പർ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാല് സ്കാൻ ചെയ്ത് ഡ്രൈവർക്ക് ഇൻഷുറൻസ് ലൈസൻസ് വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് എന്നെ കാണിച്ചു തന്നു. കാരണം എന്നെ പിടിച്ചിട്ട് ഞാൻ ഇന്ത്യൻ ലൈസൻസ് ചെയ്യാൻ കൊടുത്തു. കാരണം എൻ്റെ അടുത്ത് ലേണേഴ്സ് ഉണ്ട്. അപ്പൊ അയാൾ എന്നോട് ചിരിച്ചു. അവനോട് വെച്ച് ഇതെടുക്കാൻ പറഞ്ഞ ലൈസൻസ്. ഞാൻ പറഞ്ഞു ഇതേ ഉള്ളൂ പറഞ്ഞു. അപ്പൊ ഡോൺ ലൈൻ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. കാറ് ഞാൻ ലോക്ക് ചെയ്ത് ചെന്നിട്ട് ആ കാറിനടുത്തപ്പോൾ ഡിസ്പ്ലേയില് എന്റെ ഫോട്ടോ, എന്റെ ലേണേഴ്സിലെ ഫോട്ടോ, ലേണേഴ്സ്, കാറിന് NCT, ടാക്സ്, എല്ലാം, ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ നീ കാറാണ്, എന്തുകൊണ്ടാണ് ഇത് എന്ന് വെച്ചാൽ അവർ വളരെ പൊളൈറ്റ് ആയിട്ടും വളരെ നന്നായിട്ടാണ് എന്നോട് ലേണേഴ്സ് ഉള്ള സമയത്ത് എന്നെ എയർപോർട്ടിന്റെ റൗണ്ട് ബോട്ടിൽ വെച്ച് പിടിച്ച് 3 പോയിന്റ് പോയതാ. ഞാൻ പറയണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു സ്റ്റുഡന്റ് ഫുൾ ലൈസൻസ് ഇല്ലാണ്ട് കാർ. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഒരു വൃത്തിയായിട്ട നിയമം എന്താന്ന് തോന്നിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ലൈസൻസ് എടുക്കണമെങ്കിൽ ലേണേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മാസങ്ങളോളം വെയിറ്റ് ചെയ്യണം. അതൊരു പാർട്ട് ഓഫ് ആണ്. നമ്മളെ ഇന്ത്യൻ ഡ്രൈവിംഗ് ഇവിടെ എത്ര സേഫ് ആണ് അല്ലേ? സേഫ് ആണ് അല്ലേ? പക്ഷേ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസിന്റെ ഡേറ്റ് കിട്ടുന്നില്ല ചില സമയങ്ങളിൽ. അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ്, മനസ്സിലായോ? നമുക്ക് ലൈസൻസിന്റെ ഡേറ്റ് കിട്ടിയേക്കണ്ടെങ്കിലല്ലേ നമുക്ക് കാർ എടുത്ത് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ. ലൈസൻസിന് ഡേറ്റ് പെട്ടെന്ന് വേണ്ടവർക്കുള്ള നമുക്കറിയാം. എനിക്ക് തോന്നുന്നു 3 to 6 weeks എന്താണ് അവർ പറയണത്. അതിനു മുമ്പ് ഡേറ്റ് കിട്ടാനുള്ളൊരു ടിപ്പാണ് പറയാൻ പോണത്. ക്യാൻസലേഷൻ ഡേറ്റ്സ് ഇവരുടെ വെബ്സൈറ്റിൽ കിട്ടും. RSAയുടെ വെബ്സൈറ്റിൽ നമ്മൾ ഒരു ലേറ്റ് നൈറ്റ് ഒരു 11 ശേഷം ഒരു 2 o'clock വരെ ഏർലി മോർണിംഗ് ആ ടൈമിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസലേഷൻ ഡേറ്റ്സ് കിട്ടും. ഇത് നമ്മൾ നോക്കിയിരുന്ന് ഈ പറഞ്ഞ ഗ്രീൻ കളർ വരും. ഗ്രീൻ കളർ കണ്ട് ടച്ച് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ്സ് കിട്ടും. അപ്പൊ ഇത് കുറെ പേര് 90% ആൾക്കാർക്ക് ഈ സംഭവം അറിയില്ല. പിന്നെ ഈ വെബ്സൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മള് ഒരു ദിവസം 6 or 7 പ്രാവശ്യം നോക്കി കഴിഞ്ഞാൽ വെബ്സൈറ്റ് ബ്ലോക്ക് ആയി പോകും. നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകും. അപ്പോ എല്ലാരും പെട്ടെന്ന് ഇത് വേണ്ടവർക്ക് ക്യാൻസലേഷൻ ഡേറ്റ്സ് എടുക്കാനാണ് നമ്മൾ പറയുന്നത്. 2 ദിവസത്തിനുള്ള നമുക്ക് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് കിട്ടും. പിന്നെ ലൊക്കേഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ നാട്ടില്, അതായത് അയർലൻഡിൽ ലൈസൻസ് എടുക്കണമെന്ന് വിചാരിക്കണവര് നാട്ടിൽ ഒരു €80 ചെലവായി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഒരു ₹30,000 സേവ് ചെയ്യാം. അതായത് ഇവിടെ അയർലൻഡിൽ ലൈസൻസ് ഇനി വേണ്ടി 12 ക്ലാസ് അറ്റൻഡ് ചെയ്യണം, നിർബന്ധമാണ്. അതെ. നാട്ടിൽ നമ്മൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഒരു 6 ക്ലാസ് എക്സെപ്ഷൻ കിട്ടും നമ്മൾ ഡ്രൈവിംഗ് എക്സ്ട്രാക്ട് എടുക്കുകയാണെങ്കിൽ. അപ്പൊ അതെല്ലാരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുള്ളൂ. നമുക്കെല്ലാവർക്കും ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ നാട്ടിൽ. അതായത് നമ്മൾ ഏത് പാതിരാത്രി വിളിക്കാൻ പറ്റിയൊരു ഫ്രണ്ട്. അതായത് ഇപ്പൊ നമ്മൾ വീട്ടിലൊന്ന് പോകാനോ നമുക്ക് അവരോട് വിളിച്ച് അന്വേഷിക്കുക, എടാ വീട്ടിൽ ഇതല്ലേ, ഇപ്പൊ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനായാലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ അനിയനെ വിളിച്ചപ്പോഴായാലും അവരൊരുമിച്ച സിനിമയ്ക്ക് പോയി. ഇപ്പൊ നമുക്കുണ്ടാവും അനിയന് ഇവിടെ ഒറ്റയ്ക്കായിരിക്കും, ഇവര് ആ കമ്പനി അങ്ങനെയൊക്കെ. സത്യമാണ്, അവര് നാട്ടിലില്ലെങ്കിൽ നമ്മൾ ഒന്നും നടക്കില്ല എന്നുള്ളൊരു സത്യമാണ്. എനിക്കുണ്ട് 2 ഫ്രണ്ട്സ്. എന്തും പറയാടാ, ഒന്ന് നോക്കുക, അച്ഛനൊന്ന് നോക്കുക, എടാ ഹോസ്പിറ്റലിൽ ഇങ്ങനെയാണ്, എടാ ഒന്ന് റീചാർജ് ചെയ്തോ. അത് ഹെൽപ്പല്ല. അവര് ഞാനൊന്നും അവർക്ക് എന്ത് ചെയ്തു കൊടുത്തുന്നല്ല, പക്ഷെ അവര് ചെയ്തു കൊടുത്തതിനേക്കാളും എന്തൊക്കെയോ നമുക്ക് ചെയ്തു തരണോ. അതൊക്കെ ഒരു ഭാഗ്യല്ലേ, ഭയങ്കര ഭാഗ്യ. ഞാൻ ശരിക്കും പറഞ്ഞാല് അനിയനോ ഇപ്പൊ എന്തെങ്കിലും പോക്കറ്റ് മണിയോ ഇപ്പൊ എന്തെങ്കിലും പറയല്ലേ, അനിയൻ എന്നോട് മെസ്സേജ് അയച്ചിട്ട് ഒന്ന് മന്തി കഴിക്കണം അല്ലെങ്കിൽ ഒന്ന് സിനിമയ്ക്ക് വേണം, ഞാനപ്പൊ തന്നെ അവനെ വിളിച്ചിട്ട് ഇവരോട് പറയും, എടാ അവനൊരു 500 ഇട്ട് കൊടുക്ക്, ഒരു 200 ഇട്ട് കൊടുക്ക്. അവനോട് പറയാം നമുക്ക് പൈസ നമുക്ക് പിന്നേലും കൊടുത്താൽ മതി. തീർച്ചയായും കൊടുക്കൂല, ചില സമയത്ത് കൊടുക്കൂല. അങ്ങനത്തെ ഒരു ഫ്രണ്ട്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് നമ്മളിപ്പോഴും എനിക്കറിഞ്ഞൂടാ, കുറച്ചു പേർക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഉണ്ടാവും. അതായത് നമ്മളങ്ങോട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിലും ഇപ്പോഴും നമ്മളെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമല്ലോ. 2 ആഴ്ച നമ്മളെ കണ്ടില്ല, നമ്മളൊരു വിവരില്ലെങ്കിൽ എടാ നീ ഓക്കെ അല്ലേ,
എടാ എന്താണ് പ്രശ്നം, നമ്മൾ വിളിച്ചിട്ട് ചോദിക്കണ അളിയ എന്നാളിയാ സുഖമാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അതായത് അവര് നമ്മള് ഭയങ്കര എന്താടാന്നുള്ളൊരു മെസ്സേജ് അല്ല, അവരാ ഒരു മെസ്സേജ് കാണുമ്പോ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ ഈ ജോലി കഴിഞ്ഞ് വരുമ്പോ ആ ഒരു മെസ്സേജ് കണ്ടാൽ തന്നെ നമ്മൾ എന്ത് ഹാപ്പിയാന്നറിയും. അതെ അതെ നമുക്കറിയാം. അപ്പൊ നമ്മള് ലോ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് അറിയാം നമ്മള് സംസാരിക്കുന്ന രീതി. അപ്പം ഓക്കെ അല്ല ഈ പേടിക്കണ്ട, അത് പറയും അവര് തകർന്നിക്കാണെങ്കിലും അവര് പറയും. ഇവിടെ മറ്റേ റീൽ കണ്ടിട്ടില്ലേ, ചാവാൻ പോവാണ് അപ്പൊ മറ്റോ വിളിച്ചിട്ട് നീ ഓക്കെ അല്ലേ? ഓക്കെ. അല്ല അങ്ങനത്തെ ഫ്രണ്ട്സ് അയ്യോ. അത് നാട്ടില് പോവാനുള്ള പ്ലാൻ ഞാൻ ഇടുമ്പം ആദ്യം മനസ്സിലാക്കണം ഓക്കെ ഇവരെ കൂടെ ആ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു. ഞാൻ അത് തന്നെ ഫാമിലി കഴിഞ്ഞിട്ട് പിന്നെ ഫാമിലിയോടൊപ്പം ഫാമിലിയും നമ്മളെ ഫ്രണ്ട്സിനെയും കാണാൻ വേണ്ടിയാണ് ഞാനൊക്കെ നാട്ടിൽ പോയത്. ഞാൻ ഇങ്ങനെ ആലോചിച്ചെന്ന് വെച്ചാൽ എല്ലാവർക്കും സർപ്രൈസ്, ഞാൻ സർപ്രൈസ് ആയിട്ട് പോയേ. ഞാൻ കണ്ടിരുന്നു വീഡിയോസ്. വീട്ടുകാരുടെ അടുത്ത് സർപ്രൈസ്, പിന്നെ എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്തും പോയി കണ്ട് എല്ലാരും കണ്ട് ആ ഒരു ഹാപ്പി ഫേസ് കാണാൻ വേണ്ടി. തീർച്ചയായും നല്ലൊരു ടോക്കായിരുന്നു. അപ്പൊ അടുത്ത ഭാഗത്തിൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ കാണാം. തീർച്ചയായും എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളെ എക്സ്പീരിയൻസും പിന്നെ കോമൺ ആയിട്ടുള്ള എക്സ്പീരിയൻസും നമ്മൾ ഷെയർ ചെയ്ത് ഒരു ടോക്ക് നടത്തിയത്. കൂടുതൽ സാധനങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ. തീർച്ചയായും ഇവർക്ക് വലിയൊരു ഗ്യാങ് ഉണ്ട്. ഇത് അവർ രണ്ടുപേര് എന്താ പറയാ അവരെ അതെ അത്രയും ബിസി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കുറെ പേര് എല്ലാവരും കുറച്ചുപേര് നാട്ടിൽ പോയി കല്യാണം കഴിഞ്ഞും കല്യാണം ഉറപ്പിച്ചും ഇവരങ്ങനെ ഗ്യാങ് എല്ലാവരും കുടുങ്ങിക്കിടക്കുകയാണ്. കുടുങ്ങിക്കിടക്കല്ലോ പൊളിറ്റിക്കൽ അതാണ് ഉദ്ദേശിച്ചത് അല്ലാണ്. പിന്നെ അതുപോലെ ഇവര് ഇവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. അവർ വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇവിടെ. സാധനം കയ്യിലുണ്ടോ എന്ന് പറഞ്ഞൊരു ഒരു ഭയങ്കര ക്യാച്ച് ചെയ്യാനുള്ള നെയിം 2 years ബാക്ക് അവർ തുടങ്ങി. അവർ ഭയങ്കര സന്തോഷത്തിന്റെ പേരിൽ അല്ല നമ്മളെപ്പോഴും ഫോളോ ചെയ്യണത് ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ എല്ലാവരും പറയും എളുപ്പമാണെന്ന്. എളുപ്പമല്ല. അതൊരു ക്യാമറ ഓൺ ആക്കിയിട്ട് അതിന്റെ മുന്നിൽ ഇരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള പാടാണ്. ടഫല്ല, ടഫാണ്, പാടുന്നല്ല, ടഫ് തന്നെയാണ്. അത് വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ വ്ളോഗ് ചെയ്തു ഇത് ചെയ്തു പറയില്ല, ചെറിയ വ്ളോഗ് മതി. അത് മതി. ഇപ്പൊ എല്ലാവരും സ്റ്റാർട്ടിങ്ങും ഇപ്പം മിസ്റ്റർ ബീസ്റ്റ് വരെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, അത് നമ്മളായിട്ടും വന്ന് നമ്മളോടും ഷെയർ ചെയ്യാൻ പറ്റുക. ഞങ്ങൾ ഇതൊക്കെ കാണുന്നത് ഫ്യൂച്ചറിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ്. ആ ചാനൽ കയറി നോക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണല്ലോ. പിന്നെ ഞങ്ങൾ കാരണം 4 പേര് ഹാപ്പി ആവുകയാണെങ്കിൽ അവിടെ ജിസ് ജോയിന്റെ പടത്തിലെ അവസാനത്തെ ലൈൻ ജോമൻ അങ്ങനെയാണ്. ഒരു ജിസ് ജോയ് പടമാണ് ജോമൻ. അപ്പൊ എന്തായാലും വന്നതില് താങ്ക് യു സോ മച്ച്. അടുത്ത ഇതില് നമ്മള് ഫുൾ ടീമായിട്ട് വന്നിട്ട് പൊളിക്കും. പിന്നെ കൂടുതൽ പരിപാടി പ്ലാൻ ചെയ്യണം. തീർച്ചയായും സ്റ്റേ ട്യൂൺഡ് ഗൈസ്. സബ്സ്ക്രൈബ്. ബൈ. ബൈ.